കപ്പ വേവിച്ചത്, കൊഞ്ച് റോസ്റ്റ്, ചൂരക്കറിയുടെ ചാറ്, അതിന് ലേശം പീസും ചൂരയുടെ ചെറിയ പീസ്, കുറച്ച് ചാറൂടെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കൊഞ്ച് റോസ്റ്റ് കേട്ടോ. സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിന് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി കപ്പ വേവിച്ചത്, പിന്നെ ചൂര നാടൻ സ്റ്റൈൽ കറി, പിന്നെ കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1.5 സവാള, 1 പച്ചമുളക് 2-3 എണ്ണം, കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടെ, രണ്ട് കിലോ കപ്പയാണ് ഇത്. കഴുകി അരിഞ്ഞ് വെള്ളത്തിൽ നമ്മൾ വേവിക്കാൻ വെച്ചേക്കുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളമോടെ ഒഴിക്കുന്നു. കപ്പ വേവിക്കുന്നതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങ, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ അരക്കണോ? അതോ നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ, പൊടിക്കൂടെ, ഒറ്റ കറക്ക് കറക്കിയാൽ മതി അല്ലേ. അടുത്ത നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ചൂര കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതായത് ചതച്ചത്, പിന്നെ പൊടിക്ക് ഉപ്പ് ഇടുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇനി ഇതിനകത്തോട്ട്. പുളി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ ചൂരമീൻ ആയതുകൊണ്ട് അധികം പുളിയുടെ ആവശ്യമില്ല. ഉപ്പൊരു പൊടിക്കൂടെ ഇടുന്നേ കൊഞ്ചിന്. കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ, നമ്മളത് ഊറ്റാൻ പോകണ്ട. ഇനി അരപ്പ് നമ്മൾ ഇടാൻ വേണ്ടി പോകണം. ഇടുന്നേ ഇതിനകത്ത് ജീരകം ഇടണം. വേണ്ട ജീരകം ഇട്ടാൽ പിറ്റേന്ന് ഇരിക്കുന്നത് കളിച്ചു. വെളുപ്പിനെ ഇനി പഴങ്കഞ്ഞിയുടെ ഒരു പിടി പിടിച്ചാൽ ഉണ്ടല്ലോ, ഇച്ചിരി ചോറും കപ്പയെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് മോരൊക്കെ ഉണ്ടായി. അരപ്പ് ഉണ്ടെങ്കിൽ പിറ്റേന്ന് കളിച്ചാൽ മൊത്തത്തിൽ അടച്ചു വെക്കണ്ടേ. മീൻകറി അരപ്പ് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇനി മീൻ വാരി ഇടാൻ പോവാണ്. കിട്ടാറ് കറിവേപ്പില ഇല്ലാതെ എന്ത് സാധനം അല്ലേ.
95% റോസ്റ്റ് ഇവിടെ റെഡിയായി കേട്ടോ. അതിന് കുറച്ചുകൂടെ ഒന്ന് ആയാൽ മതി. ഇത് ഇങ്ങനെ ആക്കുന്നത് എന്താന്ന് പറയുന്നത് കുഴയ്ക്കുക, മിക്സ് ചെയ്യാനൊക്കെ പറയില്ലേ. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ കപ്പ വേവിച്ചാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ഉണ്ടമുളകൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർ ഇട്ട് കഴിഞ്ഞാൽ കാന്താരി, ചിലർക്ക് കാന്താരിയാണ് ഇഷ്ടം, ചിലർക്ക് ഉണ്ടമുളക്, അത് ഉള്ളതിനനുസരിച്ച്. പച്ചമുളക് നമ്മൾ പച്ചമുളകാണ് ഇട്ടത്. ഈ തുടുപ്പല്ലേ ഈ ഇളക്കുന്ന സാധനം, ഇത് ഓലയുടെ മടലോ എന്തോ അതിൻ്റെ തുമ്പ് വെട്ടി എടുക്കുന്നില്ലേ. ഇളക്കിട്ട് കിടന്ന ഇഞ്ചി റോസ്റ്റ് റെഡി ആയേട്ടാ. മീൻകറി വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ വേണം ഇതേമേ. നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഗ്യാസിനകത്തോട്ടാക്കി. റോസ്റ്റ് റെഡിയായി, കപ്പ റെഡിയായി, മീൻകറി ഇവിടെ റെഡിയായ സെറ്റ്. ഉപ്പിടാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു 3 ഐറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സംഭവം അടിപൊളിയായിരുന്നു. ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് ഇട്ടായിരുന്നു ഉപകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടിപൊളി 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 അടിപൊളി. കുറച്ച് കപ്പ, കുറച്ച് ചൂരക്കറി വെച്ച കറിയുടെ ചാറ്, പിന്നെ ഒരു കഷ്ണം പ്രോൺസ് റോസ്റ്റിൻ്റെ പീസ് കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി എടുക്കുക. ശകലം ചാറെല്ലോട് നമുക്ക് പോവുക. ആഹാ, ഫാന്റാസ്റ്റിക്.